ദൈവത്തെ നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് ദൈവം അത്രയ്ക്ക് ഒരു ക്രൂരമായിട്ട് നമ്മുടെ നേരെ കണ്ണടയ്ക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഇന്നലെ നൈറ്റ് മക്കയില് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചാണ്. ഈ ഒരു ന്യൂസ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ ബസ് അപകടത്തിൽ ഇന്ത്യൻ തീർത്ഥാടകർ കൊല്ലപ്പെട്ടു. മക്കയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് അപകടം. ഒരാൾ ഒഴികെ എല്ലാവരും മരിച്ചെന്നാണ് വിവരം. വിശദാംശങ്ങൾ. മക്ക എന്ന് പറയുന്ന ആ ഒരു പുണ്യ സ്ഥലത്ത് പോകുന്നത് ഒരു മുസൽമാൻ എന്നതില് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്നതും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പം അതിനു വേണ്ടിയിട്ട് അത്രയും പ്രതീക്ഷയോടെയാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. മക്ക ഒന്ന് കാണാനും ഉംറയ്ക്ക് വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സമയത്താണ് ഇത്രയും, അതായത് അവര് പ്രാർത്ഥനയും വഴിപാടുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഈ ദാരുണമായിട്ടുള്ള കാരണം നടന്നിരിക്കുന്നത്. 44 പേര് സഞ്ചരിച്ചിരുന്ന ആ ഒരു വാഹനത്തിലെ 43 പേരും വളരെ ദാരുണമായിട്ട് വെന്ത് മരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് തീ കത്തിയിട്ട് ടാങ്കർ ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചപ്പം അതിൽ പെട്രോൾ, ഡീസൽ അങ്ങനെ കത്തുന്നൊരു സാധനമായതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ബസ്, അവര് പോയിരുന്ന വാഹനം മൊത്തമായിട്ട് കത്തി നശിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പലരെയും ശരീരം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കത്തിപ്പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് പറയണത്, ദൈവം നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ട് ദൈവത്തെ കാണാൻ പോയപ്പോഴും ദൈവം നമുക്ക് നേരെ കണ്ണടച്ചു എന്ന് പറയണത്. അതിലും ഏറ്റവും കൂടുതൽ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം, ഒരു കുടുംബത്തിലെ 18 പേരാണ് ഈ ഒരു ദാരുണമായിട്ടുള്ള കാര്യത്തില് വെന്ത് മരിച്ചത്. അതായത് ഒരു കൂട്ടുകുടുംബമായിട്ടുള്ള ഒരു 4 തലമുറകൾ സഞ്ചരിച്ചിരുന്നു ആ ഒരു വാഹനത്തില്. ആ ഒരു 4 തലമുറകളിൽപ്പെട്ട 18 പേരാണ്, ഒരു ഫാമിലിയിലെ 18 പേരാണ് ഈ ഒരു സംഭവത്തിൽ മരിച്ചു പോയത്. അതായത് ഒറ്റ നിമിഷം കൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആ ഒരു ഫാമിലിയെ മൊത്തമായിട്ട് കാണാതെ പോയിരിക്കുകയാണ്. ദൈവം എത്ര ക്രൂരമായിട്ടാണ് പെരുമാറിയത് അല്ലെ? പിന്നീട് ഈ ഒരു ഇത്രയും വലിയൊരു സംഭവം, അതായത് ഒറ്റടിക്ക് 43 പേരോളം മരിച്ചു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഇന്ത്യക്കാര്, ഹൈദരാബാദുകാരാണ്, അതായത് തെലുങ്കാന അവിടെയുള്ള ആൾക്കാരാണ് ഈ ഒരു ടൂറിസ്റ്റ്, അതായത് ടൂറ് പോകുന്ന പോലെ അവര് പോയിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു ഇന്ത്യക്കാർക്കാണ് ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു കാര്യം വന്നത്. എനിക്കതല്ല, ഈ ഒരു ന്യൂസിന് താഴെയൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മതപരമായിട്ട് ഒരുപാട് കമന്റുകൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ആളുകള് ഇത്രയും പേരുടെ ജീവിതം നഷ്ടപ്പെട്ടെങ്കിൽ കൂടി അവിടെ മതം തുപ്പുന്ന, അതായത് മതത്തിന്റെ കാര്യവും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കമന്റുകൾ ഇടുന്ന ആൾക്കാരെ ഇന്നും നമുക്ക് കാണാൻ പറ്റും. മതം തലയ്ക്ക് പിടിച്ചിട്ടുള്ള ആൾക്കാര്, അതായത് എന്താ പറയാ, ഇതിലൊന്നും പറയാനായിട്ട് വാക്കുകളില്ല. നമ്മളിപ്പം നമ്മുടെ ഈ സമൂഹത്തില് മനുഷ്യത്വം എന്നുള്ള കാര്യമൊക്കെ അങ്ങേയറ്റം എന്താ പറയാ ഇല്ലാതായിരിക്കുന്നു. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാല് അത് കാണാൻ നല്ല ചേലാണ് എന്ന് പറയുന്ന പോലെ അത്രയും ലാഘവത്തോടു കൂടിയിട്ടുള്ള കമന്റുകളൊക്കെ നമുക്കിവിടെ ഈ ഒരു കമന്റ് ബോക്സിൽ കാണാൻ പറ്റും. നോക്കണം, തന്റെ കുടുംബം, തന്റെ കുടുംബം, അത് മാത്രമാണ് ഇന്നത്തെ ജീവിതത്തില് ഈ ഒരു സമൂഹത്തിലെ ആളുകളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റിയാലും യാതൊരു കുഴപ്പമില്ല, ഒരു വേദനയോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല. സമൂഹത്തിന്റെ ഒരു പോക്കെ അതാണ്. നമുക്ക് എന്ത് പറ്റിയാലും, മറ്റുള്ളവർക്ക് എന്ത് പറ്റിയാലും നമുക്ക് എന്താണ്, നമുക്കത് വന്നില്ലല്ലോ എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയാണ്. പക്ഷെ പണ്ടുള്ള ആൾക്കാരൊന്നും ഇങ്ങനെയല്ലായിരുന്നു. നമ്മളൊക്കെ ഒരുപാട് മാറി. ഇനി തിരിച്ചൊരു പോക്കുണ്ടാവില്ല. എന്തായാലും ആ ഒരു 43 പേരും എന്തായാലും മോക്ഷം കിട്ടി, ആത്മാക്കൾ മോക്ഷം കിട്ടി പോകട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയോട് കൂടിയിട്ട് എൻ്റെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരേക്കും ബൈ.